ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിൽ മിൽക്കാണ്. നമ്മുടെ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അവിൽ മിൽക്ക്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവിൽ മിൽക്ക് ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ പാല് തിളപ്പിച്ചെടുക്കണം. പാല് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കവർ പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാല് നല്ലോണം കാച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതാണ് നമ്മുടെ അവിൽ മിൽക്കിന് യൂസ് ചെയ്യുന്ന പാല്. അപ്പോൾ നമ്മുടെ പാല് ഇത് അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ബോൾ അവിലെടുത്തേക്കാണ്. ഈ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കരിക്കരുത്. റോസ്റ്റ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് അവിലൊരു 2 മിനിറ്റ് നല്ലോണമൊക്കെ ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തണുപ്പിക്കാം. ഇനി നമുക്ക് 10 ചെറുപഴം എടുത്തിട്ട് അത് ഓരോന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അരിഞ്ഞ് ഈ ബൗളിനകത്തോട്ട് ഇടണം. നല്ല ചെറുപഴം നോക്കി എടുക്കുക. അപ്പോൾ നമ്മളിതേ പഴം അരിഞ്ഞെടുത്തേക്കാണ്. അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ബൗള് 6 ടേബിൾ സ്പൂൺ ആണ്. അതായത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഐസ് പീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിക്കകത്തിട്ട് നല്ല രീതിയിൽ അടിച്ച് കലക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് മിക്സിക്കകത്തിട്ട് അടിച്ചുകൊണ്ട് വരാം. പഴം നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ അടിച്ചെടുത്ത പഴം ഓരോ ഗ്ലാസ്സിലായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഫില്ല് ചെയ്യരുത്, മൊത്തം ഫില്ല് ചെയ്യരുത്. ഇനി നമുക്ക് നമ്മുടെ അവിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ശേഷം അല്പം അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഇനി നമുക്ക് കസേഴ്സാണ്, സബ്ജ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് ശേഷം വീണ്ടും അവിൽ ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് പഴം ചേർക്കാം. ഇനി അല്പം ഡ്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട. കുറച്ച് അവിൽ, ഫൈനലി നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ് നമ്മുടെ പഴം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവലും കസേഴ്സും എല്ലാം കൂടി നല്ലോണം മിക്സ് ആവണം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്, അന്യായ ടേസ്റ്റാണ്.
നമ്മുടെ ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അവിൽ മിൽക്ക്. നല്ല ടേസ്റ്റിയാണ്, നല്ല എനർജറ്റിക്കാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.